ഇപ്പോൾ സാറാണെങ്കിൽ ഒരു ഡോക്ടറും കൂടിയാണ്. അപ്പോൾ ആ ഒരു പ്രൊഫഷനും ഇപ്പം നമ്മുടെ സിനിമയിലുള്ള പ്രൊഫഷനും രണ്ടും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? രണ്ടും കൂടെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഡൗട്ടൊന്നുമില്ല. അത് ഞാൻ അത്ര സ്ട്രെസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. കാരണം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഹോസ്പിറ്റലിൽ ഹാൻഡിൽ ചെയ്യണം. പിന്നെ എന്ന് വെച്ചാൽ ഇതൊരു ഗ്രൂപ്പ് പ്രാക്ടീസ് അതിൻ്റെ. ഞാൻ ഒറ്റയ്ക്ക് ഒരു 1 man ഷോ ഒന്നും അല്ല നടക്കുന്നത്. അവിടെ എൻ്റെ കൂടെ വേറെ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പം അവർ അത് ഹാൻഡിൽ ചെയ്യും. പിന്നെ എൻ്റെ സ്റ്റാഫ് ഉണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഹോസ്പിറ്റൽസ്, ഇപ്പോൾ കണ്ണൂരാണെങ്കിലും പേരാവൂരാണെങ്കിലും അവിടെയുള്ള സ്റ്റാഫ്സൊക്കെ ആക്ച്വലി അത്രയും വർഷമായിട്ട് നമ്മളെ കൂടെ തന്നെയുള്ളവരാണ്. അപ്പം നമുക്ക് എന്താണോ വേണ്ടത്, അല്ലെങ്കിൽ ആ പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്നത്, ഇതൊക്കെ ഒരു ടിപ്പിക്കൽ പാറ്റേൺ ഉണ്ടാവുമല്ലോ. ഇനീഷ്യൽ ഇവാലുവേഷൻ എല്ലാവർക്കും ഒരു പാറ്റേൺ ഉണ്ടാവും. അവിടെ നിന്നല്ലേ നമ്മൾ ഓരോ ആൾക്കാരുടെയും ട്രീറ്റ്മെൻറ്റ് ഇത് പാറ്റേൺ പിന്നീട് തീരുമാനിക്കുന്നത്. ഇനീഷ്യലി ഒരാളൊരു എമർജൻസിക്ക് വന്ന് എന്ത് ചെയ്യണം എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ അതാണല്ലോ ഹാൻഡിൽ ചെയ്യേണ്ടത്. അതവർ ചെയ്യും. ഇപ്പം ഞാൻ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ വൈഫ് ഹാൻഡിൽ ചെയ്യും. വൈഫ് ആക്ച്വലി ഒരു റൊമറ്റോളജിസ്റ്റാണ്. അവൾ ജനറൽ മെഡിസിൻ കഴിഞ്ഞ് റൊമറ്റോളജി പ്രാക്ടീസ് ചെയ്യുന്ന കണ്ണൂർ. അവൾ അത് ഹാൻഡിൽ ചെയ്യും. അങ്ങനെ കാര്യങ്ങൾ പോകുന്നത് സ്ട്രെസ്ഫുള്ളാണ്. അതിൻ്റെ അകത്ത് പ്രൊഡക്ഷനും കൂടി കൂടുമ്പോഴാണ് സ്ട്രെസ്സ് കൂടുന്നത്. അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, നമ്മൾ പോയി അഭിനയിക്കാൻ വരിക എന്നുള്ളത്. ഇപ്പം നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ സാറെന്ന് പറഞ്ഞാൽ കുറേ ത്രില്ലർ മൂവീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയും ത്രില്ലർ മൂവീസ് വരുന്നത് അത്രയും പ്രേക്ഷകർ അത് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ള റീസൺ കൊണ്ടാണോ? ഇതൊരു സീസൺ പോലെയാണ്. വരുമ്പോൾ കുറേ ത്രില്ലർ മൂവീസ്, അതിൻ്റെ ഒരു ഇത് കഴിയുമ്പം കുറേ ഫാമിലി ഇത് വരും. കുറച്ച് കഴിയുമ്പോൾ കുറേ കോമഡി സംഭവങ്ങൾ വരും. വീണ്ടും തിരിച്ചതിലേക്ക് പോകും. ഏതെങ്കിലും ഒരു സാധനം ഹിറ്റാകുമ്പോൾ അതിൻ്റെ പുറകെ നമ്മൾ പോകും. ഇപ്പോൾ കുറേ ഇപ്പോൾ നമ്മുടെ മലയാള ഇൻഡസ്ട്രി നോക്കിയാലും ഒരുപാട് സിനിമകൾ ഇങ്ങനെ റിലീസായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. തമിഴിലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയ സിനിമകൾ ഇറങ്ങുമ്പോൾ, ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സിനിമകൾ പറയുമ്പോൾ ചെറിയ ഒരു ബിഗ് ബഡ്ജറ്റുള്ള സിനിമകൾ ഈ അംഗീകരിക്കപ്പെടാണ്ട് പോകാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇൻഡസ്ട്രീസിൽ? നോർമൽ കാര്യമായിട്ട് തോന്നി. കാരണം നമ്മളും ആക്ച്വലി ഇപ്പം നിങ്ങൾ ആരും എടുക്കണ്ട, നമ്മുടെ ഓൺ ഇതെടുക്കുക. നമ്മൾ ഈ മൂവിയായിട്ട് ഞാൻ അസോസിയേറ്റഡ് അല്ലാന്ന് വെക്കുക. ഒരു വലിയ സൂപ്പർ സ്റ്റാർ പടങ്ങൾ ഇറങ്ങുന്നു, എന്നെപ്പോലെ അറിയപ്പെടാത്ത ആർട്ടിസ്റ്റുകളുടെ വേറൊരു പടം ഇറങ്ങുന്നു, ഞാൻ ഏതിന് പോകും? കാരണം ഞാൻ ആരാധിക്കുന്ന വ്യക്തികളുടെ പടത്തിന് ഞാൻ പോകുള്ളൂ. കാരണം ഞാൻ ജനിച്ച അന്ന് മുതൽ കാണുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അതിന് ശേഷം നമ്മൾ അവരെ കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾക്ക് ആരാധന അവരോടല്ലേ. അപ്പം ഞാൻ ഉറപ്പായിട്ട് അതിനകത്ത് പോകുള്ളൂ. അതേപോലെ തന്നെ എന്നെ കൂടാതെ ബാക്കിയുള്ള പ്രേക്ഷകരും അത് തന്നെ ചെയ്യുള്ളൂ. അതൊരു എന്താ പറയുക, നോൺ ഫിനോമിനനാണ്. നമുക്കതിനൊന്നും മാറ്റാൻ പറ്റില്ല. ഞാനും അങ്ങനെ തന്നെ ചിന്തിക്കുന്നു, ബാക്കി ആൾക്കാർ. അപ്പം ഇത് നമ്മുടെ മൂവി എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കാം. ഇപ്പം നമ്മൾ എത്രയൊക്കെ തന്നെ ശ്രമിച്ചാലും ഒരു പരിധിക്കപ്പുറത്ത് നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റില്ല. പിന്നെ അല്ലെങ്കിൽ ഈ പടം അത്രയൊക്കെ സൂപ്പർ ഡ്യൂപ്പർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് ആളുകളിലേക്ക് മെല്ലെ കയറി വരും. പക്ഷേ എനിക്കൊന്ന് പണ്ടത്തെ പോലെ ഇപ്പം നമുക്കതിനൊരു സമയമില്ല. പണ്ടൊരു പടം ഇറങ്ങി അത് ഫസ്റ്റ് ഒരു വീക്ക് അതിന് അഭിപ്രായം കയറി തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല കയറും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മണിച്ചിത്രത്താഴൊക്കെ കാണാൻ പോകുമ്പോൾ ഫസ്റ്റ് 2 ഷോയ്ക്കൊന്നും പാലക്കാട് അരോമ തിയേറ്ററിൽ ആളില്ല. അരോമ തിയേറ്ററോ പ്രിയദർശിനിയോ അത് മറന്നുപോയി, ആളില്ല അവിടെ. അതിന് സെക്കൻഡ് വീക്ക് ആകുമ്പോൾ പിന്നെ അവിടെ അടുക്കാൻ പറ്റുന്നില്ല. ഞാൻ 2ാമത്തെ പ്രാവശ്യം കാണാൻ പോകുമ്പോഴൊക്കെ ഫുൾ തിരക്കാണ്. അതെപ്പോഴും അങ്ങനെയാണ്. നമുക്ക് അതിനൊരു സമയമില്ല. അതിപ്പോൾ എല്ലാ കാര്യത്തിനും അത് തന്നെയാണ്. ഇപ്പം നമ്മുടെ മൊത്തം ലൈഫ് ഫാസ്റ്റ് ആയതോടുകൂടി ഒക്കെ അങ്ങനെ തന്നെയല്ലേ. നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒന്നിനും ഒരു സമയമില്ല. പണ്ട് നമുക്ക് അതിനൊരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ പിള്ളേരാണെങ്കിൽ ഇപ്പോൾ ഒരു ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനൊരു സമയമില്ല. കോമ്പറ്റീഷൻ കൂടി. ഇപ്പം ഞാൻ MBBS പഠിക്കാൻ തുടങ്ങിയ കാലത്ത് കേരളത്തിൽ 6 മെഡിക്കൽ കോളേജുള്ളൂ. അതിനു മുൻപ് 5 മെഡിക്കൽ കോളേജുള്ളൂ. ഞാൻ പഠിക്കാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ടുമ്പത്തെ കൊല്ലമാണ് പരിഹാരം വന്നത്. ഇപ്പം എത്ര മെഡിക്കൽ കോളേജ് ഉണ്ട് കേരളത്തിൽ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഒരു നിലയിലോട്ട് മാറിയില്ല. എല്ലാവരും കോമ്പറ്റീഷൻ കൂടി. അപ്പം അതാരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പം വലിയ പടങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മൾ ചെറിയ പടങ്ങൾ താഴെ പോകും, എല്ലാം കാണാതെ ആയിപ്പോൾ. ഗുണങ്ങളും ഉണ്ട്. വലിയ പടത്തിന് കുറേ ആൾക്കാർ വരുമ്പോഴാണ് ചെറിയ പടത്തിനെ കുറിച്ച് കേൾക്കുക.
ഇത് ഇങ്ങനെ ഒരു പടം ഉണ്ടല്ലോ, അപ്പോൾ അവർ സെർച്ച് ചെയ്യുമ്പോൾ ഇത് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരതും കയറും. പക്ഷെ പണ്ട് നമ്മളെന്ന് വെച്ചാൽ ഒരു പടത്തിന് പോകുമ്പോൾ നമ്മൾ ഒറ്റ പോക്കിന് 2-3 പടങ്ങൾ കണ്ടിരുന്നു. രാവിലെ മുതൽ രാവിലെ ഒരു ഷോ, മറ്റേ അടുത്ത തിയേറ്ററിൽ അടുത്ത ഷോ. പക്ഷെ ഇപ്പോൾ ആ ട്രെൻഡൊക്കെ മാറി. നമ്മളൊരു പടത്തിന് തീരുമാനിച്ച് പോയി കഴിഞ്ഞാൽ ആ പടത്തിനെ പോകും. കാരണം അപ്പോഴേക്കും നമുക്ക് നല്ല ചിലവാകും. അത്രയും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ.